ഉന്നാവ് വിഷയത്തിൽ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, നമുക്കറിയാം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമുണ്ട് ഇക്കാര്യത്തിൽ. കോൺഗ്രസും അക്കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിജീവിതയുടെ കൂടിക്കാഴ്ച അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതാണ്. എന്താണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്? ആരാണ്? വിശദാംശങ്ങൾ. അനുജ, ഈ ഉന്നാവോ കേസിലെ പ്രതിക്ക് ജാമ്യം നൽകുകയും ഒപ്പം തന്നെ ജയിൽ മോചിതനാക്കുകയും കേസ് തൽക്കാലം ഇയാളുടെ ജീവപര്യന്തം മരവിപ്പിക്കുകയും ചെയ്ത നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യതലസ്ഥാനത്തും രാജ്യവ്യാപകമായി തന്നെ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിക്ക് മുന്നിലുള്ള പ്രതിഷേധം കണ്ടിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, അത്യപൂർവമായ ഒരു പ്രതിഷേധം തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഡൽഹിയിലെ പാർലമെന്റ് കെട്ടിടത്തിന് മുന്നിലാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഈ സംഭവത്തിൽ പ്രതിഷേധം നടക്കുന്നത്. പാർലമെന്റിന്റെ പുതിയ കെട്ടിടത്തിന് തൊട്ടു മുൻപിലായാണ് 4 സ്ത്രീകൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ പെൺകുട്ടികൾക്ക് നീതി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം. കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേൽ, അങ്കിത ഭണ്ഡാരി തുടങ്ങിയ അവരുടെ നേതൃത്വത്തിലാണ് 4 സ്ത്രീകൾ ഇവിടെ പാർലമെന്റിന് മുന്നിൽ പ്ലക്കാർഡുകളുമായി പ്രതിഷേധം നടത്തുന്നത്. മാം, വാട്ട് ആർ യു? We demand justice, we demand protection, we demand security for all the women in this country. We want stricter laws for crimes against women. We want laws beyond life sentence for rapists. We don't want powerful rapists getting away because they have the support of probably the government, because in the last few years we've seen many heinous crimes that are being committed by powerful people with the backing of the BJP. We are not politicizing this issue. This is a silent protest outside the parliament asking for laws, stricter laws to protect the women of our country. Ma'am, the victim and her mother is in Delhi streets protesting. Several times police attacked them. They are now seeking for a meeting with PM and Rashtrapati. Definitely, our president is a woman and she comes from a very humble background and she should definitely meet them. I'm sure the kind of team they invest in, the money they invest in the team should have briefed her. If they have not briefed her, I think she should have a better team and she should definitely take out time from her busy schedule to meet the daughter of the country, because she is leading the daughters of this country. So what are you doing? We want safety for all the daughters. Like our politicians get good cover of security, we want daughters also should get cover for their security. Some actions should be taken, something at least to be discussed. Action is second step, but they don't even discuss how to protect the women and children of the country. അനുജ, ഇത്തരത്തിൽ പാർലമെന്റിന്റെ തൊട്ടു മുൻപിലായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. ആദ്യമായാണ് ഇത്തരത്തിൽ പാർലമെന്റിന് മുന്നിൽ, പാർലമെന്റ് കവാടത്തിന് തൊട്ടു മുന്നിലായി സ്ത്രീകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെ നടക്കുന്നത് ആദ്യമായാണ്. ഈ ഉന്നാവോ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ പേരിലല്ല, രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ പ്രതിഷേധം എന്നാണ് ഇവർ അറിയിക്കുന്നത്. അങ്കിത ഭണ്ഡാരി, മുംതാസ് പട്ടേൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആണ് 4 സ്ത്രീകൾ ഇവിടെ ഈ പ്രതിഷേധം നടത്തി വരുന്നത്. ഏതാണ്ട് അല്പസമയമായി ഇവർ ഇവിടെ തന്നെ തുടരുകയാണ്. സാധാരണ നിലയിൽ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും പാർലമെന്റിന് പരിസരത്ത് പോലും അനുവദിക്കാറില്ല എന്നിരിക്കെയാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ, രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയം. അത് മുൻനിർത്തിക്കൊണ്ട് പാർലമെന്റിന് തൊട്ടുമുന്നിൽ, പാർലമെന്റ് കവാടത്തിന് തൊട്ടു മുന്നിലായിക്കൊണ്ട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. വലിയ തോതിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രതിയുടെ ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി, ഒപ്പം തന്നെ ജാമ്യം അനുവദിക്കുന്ന കോടതിയുടെ തീരുമാനം എന്നിവയ്ക്കെതിരെ നിയമപരമായുള്ള നീക്കങ്ങളും നടന്നു വരികയാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് CBI. ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുകയാണ് ഈ വിഷയത്തിൽ ഈ ഇരയ്ക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് സമാനമായി തന്നെ രാജ്യത്ത് പെൺകുട്ടികൾക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിൽ ഒരു പ്രതിഷേധം കൂടി ഡൽഹിയിൽ നടന്നു വരുന്നത്. ഒരു 2012 ഡൽഹി കൂട്ടബലാത്സംഗം കേസിന് പിന്നാലെ രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധങ്ങൾ ഡൽഹിയിലെ തന്ത്രപ്രധാന ഇടങ്ങളിൽ പോലും ഉണ്ടായിരുന്നു. സമാനമായ ഒരു പ്രതിഷേധം തന്നെ ഈ വിഷയത്തിൽ ഉയർന്നു വരികയാണ്. ഈ സംഭവം നടന്ന 2017 വലിയ തോതിലുള്ള പ്രതിഷേധം ഇന്ത്യ ഗേറ്റിലും മറ്റും അർദ്ധരാത്രിക്ക് പോലും ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ വിഷയത്തിലുള്ള ഇടപെടൽ, ഇരയ്ക്ക് നീതി ഉറപ്പാക്കാനുള്ള
മുറവിളികൾ ഉയരുകയും തുടർന്ന് ജീവപര്യന്തം ശിക്ഷ അടക്കമുള്ള ശിക്ഷാ നടപടികൾ ഈ പ്രതിക്ക് ലഭിക്കുകയും ചെയ്തത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പ്രതിക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വീണ്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പെൺകുട്ടിയും മാതാവും ഡൽഹിയിൽ പലയിടത്തും മണ്ഡി ഹൗസിലും ഒപ്പം തന്നെ ഇന്ത്യ ഗേറ്റിലും പ്രതിഷേധിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പോലീസ് എന്നാൽ ഇവരെ അവിടെ നിന്നും മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയരാനും പാർലമെന്റിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിനും കാരണമായിരിക്കുന്നത്. പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ 4 സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അതാണ് പാർലമെന്റിൽ ഇപ്പോൾ നടക്കുന്നത്. ഉന്നാവ് കേസ് പ്രതിയായിരുന്ന BJP നേതാവ് കുൽദീപ് സിംഗ് സെൻഗറിന്റെ ശിക്ഷ മരവിപ്പിച്ച കോടതി നടപടിക്കെതിരെ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉണ്ട്. ഇവിടെ 4 സ്ത്രീകൾ പ്രതിഷേധിക്കുകയാണ് പാർലമെന്റിന് മുന്നിൽ. സ്ത്രീകൾക്ക് നീതി വേണം എന്നുള്ളതാണ് ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.